എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരിലേക്ക് സ്വാഗതം. +1 ഏകജാലക പ്രവേശനത്തിന്റെ ഒന്നാം അലോട്ട്മെന്റ് വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചപ്പോൾ ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ ചെയ്യുന്നതിനുള്ള ഫോം എങ്ങനെ പൂരിപ്പിക്കാം എന്നുള്ള വിവരമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അത് നിങ്ങൾക്കിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ 10 ഓപ്ഷനുകൾ വെച്ചു, നിങ്ങൾക്ക് അഞ്ചാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെന്റായി ലഭിച്ചത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് 4, 3, 2, 1 ഓപ്ഷനുകളൊക്കെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ, അങ്ങനെയുള്ള ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ എന്താണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് നൽകണം. അപ്പോൾ നിങ്ങൾക്ക് അഞ്ചാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചാലും 4, 3, 2, 1 ഓപ്ഷനുകൾ അവിടെ അവൈലബിൾ ആയിരിക്കും. പക്ഷേ അത് നിങ്ങൾക്ക് ഉദാഹരണം പറയാൻ അഞ്ചാമത്തെ ഓപ്ഷൻ കിട്ടി, നിങ്ങൾ ആ സ്കൂളിൽ പോകാൻ തയ്യാറാണ്. അപ്പം നിങ്ങൾക്ക് എന്താണ്, ആ സ്കൂളിൽ പോകാൻ തയ്യാറാണ്, നിങ്ങൾക്കിനി അഞ്ചാമത്തെ ഓപ്ഷൻ മതി, നിങ്ങൾക്ക് 4, 3, 2, 1 കിടക്കുന്ന ഓപ്ഷൻസ് വേണ്ട എന്നുണ്ടെങ്കിൽ ഹയർ ഓപ്ഷനുകൾ റദ്ദ് ചെയ്യുന്നതിനുള്ള ഫോം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഫോം പൂരിപ്പിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അഡ്മിഷൻ കിട്ടിയ സ്കൂളിൽ കൊടുക്കണം. ഇതിലിപ്പോൾ പ്രധാനമായും പൂരിപ്പിക്കേണ്ടത് വലിയ കുഴപ്പമുള്ള ഫോമാണെന്ന് തോന്നില്ല. അപേക്ഷാ നമ്പർ, അത് നിങ്ങളിപ്പം എന്താണ് ആപ്ലിക്കേഷൻ നമ്പറാണ് എനിക്ക് തോന്നുന്നു ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊന്ന് കറക്റ്റ് സ്കൂളിൽ ചോദിക്കണം. അപേക്ഷാ നമ്പർ എന്ന് പറഞ്ഞാൽ മിക്കവാറും അതായിരിക്കും, ആപ്ലിക്കേഷൻ നമ്പർ ആയിരിക്കും. ഒന്ന് സ്കൂളിലൊന്ന് തിരക്കും നല്ലതാണ്. അപേക്ഷകൻ്റെ പേര്, നിങ്ങളുടെ പേര് എഴുതാം, പിന്നെ നിങ്ങളുടെ വിലാസവും ഫോൺ നമ്പറും, നിങ്ങളുടെ അഡ്രസ്സ്, പിന്നെ SSLCയുടെ രജിസ്ട്രേഷൻ നമ്പർ, അവിടെ നിന്ന് പ്രത്യേകിച്ച് നോക്കുന്നത്. പിന്നെ അവസാനം ലഭിച്ച അലോട്ട്മെൻറ്റ് വിവരങ്ങൾ, നിങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണം പറയുന്നത് അഞ്ചാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചു, GHSS തായന്നൂർ സ്കൂളാണ് അലോട്ട്മെൻറ്റായി ലഭിച്ചെങ്കിൽ ലഭിച്ച കോമ്പിനേഷൻ ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ നിങ്ങളത് അവിടെ എൻ്റർ ചെയ്ത് കൃത്യമായിട്ട് കൊടുക്കുക. ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ് സ്കൂളിൻ്റെ പേര്. നിങ്ങൾ ഏതാണ് പിന്നെ ഉയർന്ന ഓപ്ഷനുകളെല്ലാം റദ്ദാക്കി ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ സ്ഥിരപ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നുവോ? അതെ എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതെ എന്നാണെങ്കിൽ എല്ലാ ഓപ്ഷനുകളും റദ്ദ് ചെയ്യുന്നതിൻ്റെ കാരണം സൂചിപ്പിക്കുക. അതായത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ അഞ്ചാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ കിട്ടി, നിങ്ങൾ ആ ഓപ്ഷനിൽ നിങ്ങൾ സ്ഥിരപ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഓപ്ഷൻ തിരഞ്ഞെടുത്തതെന്ന്, അത് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അതേന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് എനിക്കത് മതി, ഇനി വേറെ ഓപ്ഷൻസ് ഒന്നും വേണ്ടാന്ന് കാണിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാനുള്ള കാരണമായിട്ട് എനിക്ക് ഈ ഓപ്ഷൻ ഇഷ്ടപ്പെട്ടു, എനിക്ക് ഈ സ്കൂൾ മതി, ഈ കോഴ്സ് മതി എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക? അതങ്ങ് അവിടെ എഴുതി വിട്ടാൽ മതി. തെരഞ്ഞെടുത്ത ഏതാനും ഹയർ ഓപ്ഷനുകൾ മാത്രമായി റദ്ദ് ചെയ്യുന്നതിന് താഴെ സൂചിപ്പിക്കുന്ന വിവരങ്ങൾ നൽകുക. അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത്, റദ്ദ് ചെയ്യേണ്ട ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അഞ്ചാമത്തെ അലോട്ട്മെൻ്റ് ആണ് കിട്ടിയത്, അഞ്ചാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണം പറയണം, ഇപ്പം എന്താ പറയുക, മൂന്നാമത്തെ ഓപ്ഷനും രണ്ടാമത്തെ ഓപ്ഷൻ 4, 3 ആണ്. 4, 3, 2, 1 ഓപ്ഷനുകൾ കളയണം എന്ന് വിചാരിച്ചു. അങ്ങനെയെങ്കിൽ ഓപ്ഷൻ നമ്പർ 1, 2, ഒരു മിനിറ്റ്, ഓപ്ഷൻ നമ്പർ 1, 2, 3, 4 എന്നതിലേക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്ഷനിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന സ്കൂൾ കോഡ് നിങ്ങൾ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ്, ഇപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് നിങ്ങൾ നൽകിയത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കോടോത്ത് എന്നാണെങ്കിൽ ആ ഓപ്ഷൻ നിങ്ങൾക്ക് റദ്ദ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആ സ്കൂളിൻ്റെ ഒരു 5 അക്ക കോഡ് കാണും. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് അടിക്കുന്ന നമ്പറാണേ. ആ സ്കൂളിൻ്റെ കോഡ് അവിടെ എൻ്റർ ചെയ്യുക. ഓപ്ഷനിലെ വിഷയത്തിൻ്റെ കോമ്പിനേഷൻ കോഡ്, ആ ഓരോ വിഷയത്തിൻ്റെ കോമ്പിനേഷൻ ഉണ്ടാവും. ആ കോമ്പിനേഷന് ഒരു 2 or 3 അക്കമുള്ള ഇങ്ങനത്തെ ഒരു കോഡും കാര്യങ്ങളൊക്കെ കാണും. ആ കോഡ് നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യേണ്ട ഓരോ സ്കൂളുകളുടെ ലിസ്റ്റ് ഇങ്ങനെ വരിയായിട്ട് ക്രമീകരിക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി സത്യപ്രസ്താവന, ഈ അപേക്ഷയിൽ ഞാൻ ആവശ്യപ്പെട്ട പ്രകാരം ഉയർന്ന ഓപ്ഷനുകൾ റദ്ദാക്കി കഴിഞ്ഞാൽ അത്തരം ഓപ്ഷനുകളിലേക്ക് പിന്നീട് എനിക്ക് യാതൊരുവിധ അവകാശവും മുൻഗണനയും ഉണ്ടായിരിക്കില്ല എന്ന് വസ്തുത എനിക്കറിയാവുന്നതാണ്. അതായത് ഞാനിപ്പോൾ പറഞ്ഞാൽ 4, 3, 2, 1 ഓപ്ഷനുകൾ നിങ്ങൾ റദ്ദ് ചെയ്യാൻ അപേക്ഷ കൊടുക്കുമ്പോൾ നിങ്ങൾ അവിടെ ഒരു സത്യപ്രസ്താവനയും കൂടി ചെയ്യണം. അതായത് ഈ 4, 3, 2, 1 ഓപ്ഷനുകൾ പിന്നീട് നിങ്ങൾക്ക് വേണം, അതിലെനിക്ക് മുൻഗണനയുണ്ട്, അതെനിക്ക് വേണം എന്നാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല എന്ന് നിങ്ങളുടെ പേരുവൊപ്പും നിങ്ങളുടെ രക്ഷകർത്താവിൻ്റെ പേരുവൊപ്പും സ്ഥലം, തീയതി, സ്കൂളിൽ സ്വീകരിച്ച അപേക്ഷ നിർബന്ധമായും റെസീറ്റ് കൈപ്പറ്റണം. സ്കൂളിൽ കൊടുത്തിട്ട് അപേക്ഷ അതിൻ്റെ റെസീറ്റ് നിർബന്ധമായും കൈപ്പറ്റണമാണ്. നിങ്ങൾക്ക് ഏത് സ്കൂളിലാണോ പ്രവേശനം ലഭിച്ചത് അവിടെയാണ് അപേക്ഷ വെക്കേണ്ടത്. അപ്പോൾ പുതിയ കാണുന്നവരെ മെനി മിസ്കർ ദ ഫോൺ സബ്സ്ക്രൈബ് ഫോർ ദ താങ്ക്സ് ഫോർ വാച്ചിങ്.